നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഡോറിലൂടെ ഇങ്ങനെ കയറി വരികയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സ് കാണാം. ഡോറിങ്ങനെ കയറി വന്നെങ്കിൽ ഈ ആദ്യമേ തന്നെ കാണുന്നത് നമ്മൾ ഈ ഡ്രസീനിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഡ്രസീനിയ പ്ലാന്റിന് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായി നിൽക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന്. നമ്മൾ കാപ്പി പൂക്കുന്ന സമയത്ത് കാപ്പീൻ്റെ സൈഡിൽ കൂടെ പോയില്ലേ, അതുപോലത്തെ മണമാണ്. ഇതാണ് വിരിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസീനിയ ഇതിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കെയർ എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് കളയുക, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതലും ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇരുന്നെങ്കിൽ അത്രയും കരിഞ്ഞു പോകാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ വിൻ്ററിലെ കെയർ എന്ന് പറഞ്ഞെങ്കിൽ മാക്സിമം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വിൻ്ററിലെ കെയർ. ഇതിൻ്റെ ഫ്ലവർ പൂക്കുന്ന സമയത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ടൈം ലാപ്സ് പോലെ. ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ. വളരെ മിനിമൽ കെയർ ആവശ്യമുള്ളൊരു ചെടിയാണിത്. റസീനയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അടുത്ത പ്ലാന്റ് മോൺസ്റ്റെറ. നിങ്ങൾക്കറിയാം മോൺസ്റ്റെറ. ഇതിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ കുറച്ചും കൂടെ വലുതായിരുന്നേ. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങോട്ടും തിരിച്ചപ്പോൾ ഇത് ഒടിഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ രണ്ട് ഇലകളും. ഇതും വളരെ കുറച്ച് കെയർ വേണ്ട ഒരു ചെടിയാണ് ഈ മോൺസ്റ്റെറയും. ഇതിനെ നമുക്ക് ഔട്ട്ഡോർ ആണെങ്കിലും വെക്കാം, പക്ഷേ ഞാനിത് ഇൻഡോറാണ് വെച്ചിരിക്കുന്നത്. ഇത് ഔട്ട്ഡോർ വെച്ചെങ്കിലും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ന്യൂസിലൻഡിൽ ഔട്ട്ഡോർ വെച്ചാലും സർവൈവ് ചെയ്യുന്ന പ്ലാന്റാണ് ഈ മോൺസ്റ്റർ. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഇതൊരു താങ്ക്സ് ഗിവിങ് കാക്ടസ് ആണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത്. താങ്ക്സ് ഗിവിങ് കാക്ടസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞത് കൊണ്ട് ഞാനിതിനെടുത്ത് അകത്തേക്ക് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കെയർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൻ്റെ കെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. നിങ്ങൾക്കത് കെയർ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ താങ്ക്സ് ഗിവിങ് കാക്ടസിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഈ ഡ്രസീനിയയുടെ വെറിഗേറ്റഡ് ഡ്രസീനിയ പ്ലാന്റ്. ഇത് ഫ്ലവർ തന്നിട്ടില്ല. ഇത് ഫ്ലവർ തരുമായിരിക്കും ചിലപ്പം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഡ്രസീനിയ പ്ലാന്റ്. ഇതിന് വെറിഗേറ്റഡ് ഡ്രസീനിയ പ്ലാന്റ് എന്ന് പറയും. വളരെ കുറച്ച് മെയിൻ്റനൻസ് വേണ്ട ചെടിയാണ് കേട്ടോ ഈ ഡ്രസീനിയ പ്ലാന്റ്. നമ്മുടെ ഈ മെയിൻ ടേബിളിലിരിക്കുന്ന ചെടികളെന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു വാൻഡറിങ് ജൂവിൻ്റെ വൈറ്റ് കളറാണ്. ഇത് വാൻഡറിങ് ജൂ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം ഇതുപോലെ ആയി പോകും കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വിൻ്ററിലും എല്ലാം ഇങ്ങനെയായിരുന്നേ. പക്ഷേ അത് സ്പ്രിംഗ് ആയി കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. തണുപ്പ് ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും. വീട്ടിൽ ഞാൻ നന്നായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുമുണ്ട്. ഇതെന്താണ് എൻ്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഇത് പെപ്പറോമിയ വാട്ടർമെലൺ. ഇത് വളരെ എളുപ്പത്തിൽ കെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് അധികം വെള്ളം കാര്യങ്ങളും അധികം കെയറൊന്നും വേണ്ട. പക്ഷേ ഇച്ചിരി ഡെഡിക്കേറ്റ് ആണിത്. നമ്മൾ കുറച്ച് നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് കുറച്ച് ചത്തുപോകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് പെപ്പറോമിയ വാട്ടർമെലൺ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് രണ്ട് ഓർക്കിഡാണ്. ഇത് പിങ്ക് കളറിൻ്റെ ഫിലോനോപ്സിസ് ഓർക്കിഡുകളാണ്. ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കെയറും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ് വെള്ളത്തിൽ വെച്ച് ഇത് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. ഇതിനിപ്പോൾ ഇത് ബ്ലൂം ചെയ്യാൻ തോന്നുന്നുണ്ട്. രണ്ട് മൂന്ന് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന് ഫ്ലവർ തരുമായിരിക്കും. ഇനി നമുക്കിതിന് വേറെ ഒരു സെറ്റപ്പിലേക്ക് ആക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലോനോപ്സിസ് ഓർക്കിഡ്. ഇനി ഈ ടേബിളിൽ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ഒരു ബ്രസീൽ പോത്തോസ് ആണ് കേട്ടോ. ബ്രസീൽ പോത്തോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രസീലിൻ്റെ ഫ്ലാഗിൻ്റെ കളർ എന്ന് പറഞ്ഞെങ്കിൽ ഗ്രീനും യെല്ലോയും കൂടെ കൂടിയുള്ളതാണല്ലോ. ഇതാണ് അതിൻ്റെ കളർ. അപ്പോൾ ഇത് ഒരു ബ്രസീൽ പോത്തോസാണ്. ഇത് വലിയ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിന് അത്രയ്ക്ക് അങ്ങ് നല്ല ശക്തിയില്ല കേട്ടോ. കുറച്ച് മയങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് കാരണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കുറച്ച് ദിവസം ആയതുള്ളൂ ഞാൻ ഇതിലേക്ക് നട്ടിട്ട്. ഇനി ഇപ്പുറത്തിരിക്കുന്നത് ഇത് കണ്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ വാൻഡറിങ് ജൂവിൻ്റെ വൈറ്റ് കളറ്. ഇത് ഇച്ചിരി ഡെലിക്കേറ്റാണ്. ഇത് വിൻ്റർ ആയി കഴിയും. പക്ഷേ ഞാനിനി സമ്മറായി കഴിയുമ്പോൾ കാണിക്കാൻ നല്ല രസത്തിന് വരും കേട്ടോ. നന്നായിട്ട് മുകളിലേക്ക് ഇതായിട്ട് വരും. ഇതുകൊണ്ട് ഇത് ചെറിയൊരു ഞാനിങ്ങനെ ഒരു ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കാണുന്നത് ഇത് അടുത്തൊരു ഫിലോനോപ്സിസ് ഓർക്കിഡാണ്. ഇതിനും ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ച് വളർത്തുന്ന ഓർക്കിഡാണ് കേട്ടോ. ഇതിന് ഇതുപോലെ തന്നെ ഒരു ചെറിയ തൈയും ഇതുപോലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് കീക്കി ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിന് ബ്ലൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പം വെള്ളത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2.5-3 വർഷമായ ചെടിയാണ് കേട്ടോ ഇത്. എന്നാലും ഇതിൻ്റെ വെള്ളം ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ കെയർ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഫംഗസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിന് വെള്ളത്തിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഞാൻ വെള്ളത്തിൽ ഇതിന് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാറുമുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു ഫ്ലോട്ടിംഗ് ഷെൽഫാണ് കേട്ടോ. 2 ഫ്ലോട്ടിംഗ് ഷെൽഫാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ചെടികൾ വെക്കാൻ വേണ്ടി ഇതുപോലെ ഒത്തിരി ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികളൊക്കെ വെക്കാൻ ഈ ഫ്ലോട്ടിംഗ് ഷെൽഫാണ് കേട്ടോ നല്ലത്. ഇത് റിപ്സാലിസ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ കാക്ടസ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. ഇതും വളരെ ഡ്രൈ ആയിട്ട്, സോയിൽ വളരെ ഡ്രൈ ആയിട്ട് വെക്കുക. അപ്പോൾ വിൻ്ററിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ മാസത്തിലൊന്നൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെയുള്ളൊരു ചെടിയാണിത്.
ഇനി ഇതിനിപ്പം എൻ്റെ ഈ ഇതിന് കാണാൻ ഇതിന് ഫ്ലവറും തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും ഇപ്പോൾ ഫ്ലവറും തന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷേ നല്ല ഫ്ലവർ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും ഫ്ലവർ തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഹെയർ കട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പം കണ്ടോ, അത് നീണ്ടു പോവുകയാണേ. ഇതൊക്കെയെന്ന് പറഞ്ഞെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ചെടികളാണ്. അതുകൊണ്ട് ഇത്രയും നീളമായിരിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമെങ്കിലും ആയിട്ടുള്ള ചെടിയാണെന്ന് തോന്നുന്നു. ഇനി ഇതെന്ന് പറഞ്ഞെങ്കിൽ ലോയേഴ്സ് തങ് എന്നൊക്കെ പറയും. ലോയേഴ്സ് തങ് ഇതൊരു കാക്ടസ് ഇതിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇത് ലോയേഴ്സ് തങ്. ഇനി ഇങ്ങോട്ട് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു സക്കലൻ്റാണ്. ഇത് കോപ്പർടോൺ സക്കലൻ്റ് എന്നോ അല്ലെങ്കിൽ കോപ്പർടോൺ കാക്ടസ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ഔട്ട്ഡോറിലാണെങ്കിലും സർവൈവ് ചെയ്യുന്ന ചെടിയാണിത്. ഔട്ട്ഡോറിലായിരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇതിന് യെല്ലോ കളർ വരും കേട്ടോ. ഇൻഡോർ വരുമ്പോഴാണ് ഇതിന് ഇതുപോലെ ലോങ് ആയി പോകുന്നതും ഇതിന് ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് നിൽക്കുന്നതും കേട്ടോ. ഔട്ട്ഡോറിലുള്ളത് ഞാൻ കാണിക്കാം. ഇനി വേറൊരു ദിവസം ഔട്ട്ഡോർ ചെടികളുടെ ടൂർ തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബേബീസ് നെക്ലേസ് എന്ന് പറയുന്ന ചെടി. ഇതും ഒരു സക്കലൻ്റ് വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതും വളരെ എളുപ്പത്തിൽ ഈ സക്കലൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്. പക്ഷേ പലരും സക്കലൻറ്റിനെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സക്കലൻ്റാണ് കേട്ടോ. നമ്മളധികം കെയർ ചെയ്തെങ്കിലാണ് അത് ചത്തു പോകുന്നത്. ഇതൊരു കാക്ടസ് വെറൈറ്റിയാണ്. ഇതൊരു കാക്ടസ് വെറൈറ്റിയാണിത്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഈ ചെടികളുടെയൊക്കെ പേര്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നതാണെന്ന്. നല്ല രസമില്ലേ? ഇതിൻ്റെ പോട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു നല്ലൊരു പോട്ടാണ്. ഇനി ഇവിടെ ഇരിക്കുന്നത് ഇതൊരു സ്ട്രിങ് ഓഫ് ഹാർട്ടിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. ഇത് സ്ട്രിങ് ഓഫ് ഹാർട്ടാണിത്. ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇതും ഒരുപാട് നീളം കൂടിപ്പോയി. ഇതൊന്ന് ട്രിമ്മൊക്കെ ചെയ്ത് വെക്കണം. ഇനി സമ്മർ ആകട്ടെ എന്ന് ഓർത്ത് ഞാനിവിടെ നിർത്തിയേക്കുന്നതാണ്. ഇത് കെട്ടുപിടിച്ച് പോകും ഇങ്ങനെ ഇരുന്നെങ്കിൽ. ഇതിപ്പം കഴിഞ്ഞ ദിവസം പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങ് മുകളിലേക്ക് കയറ്റി വെച്ചതാണേ. ഇതാണ് സ്ട്രിങ് ഓഫ് ഹാർട്ട്. ഇനി ഈ ഇരിക്കുന്നത് ഒരു പെൻസിൽ കാക്ടസ് ആണിത്. ഇതും വളരെ എളുപ്പത്തിൽ ഈ കാക്ടസുകളും ഈ ഷെൽഫിലിരിക്കുന്ന ചെടികളെല്ലാം എനിക്ക് 2 ആഴ്ച കൂടുമ്പം സമ്മറിൽ, അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് സമ്മറിൽ ചിലപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി. വിൻ്റർ ആയിക്കഴിഞ്ഞെങ്കിൽ മാസത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഷെൽഫിലിരിക്കുന്ന ചെടികൾക്കൊക്കെ. ഇനി ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ എയർ പ്ലാന്റ്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എയർ പ്ലാന്റുകളെല്ലാം പൂത്ത എയർ പ്ലാന്റുകൾ, ഇതിനെല്ലാം ഫ്ലവർ തന്നതാണ് കേട്ടോ. ഇനി ഇതിനെ വെള്ളത്തിലിടണം. ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വെള്ളത്തിലിടും ഞാൻ. അപ്പോൾ ഈ എയർ പ്ലാന്റുകളെല്ലാം ആഴ്ചയിൽ 1 വെച്ചൊന്ന് വെള്ളത്തിലിട്ട് പൊക്കിയെടുത്ത് വെച്ചാൽ മതി. ഇനി കുറച്ച് ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വലുതായി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കെയറിങ്ങും വളരെ എളുപ്പത്തിലുള്ള ആണ് ഈ എയർ പ്ലാന്റിൻ്റെ കെയർ. മുകളിലേക്ക് പോകാം. മുകളിൽ പോയി ഈ സ്റ്റെയർസിലിരിക്കുന്ന ചെടികൾ ഞാൻ കാണിച്ചത്. ഈ സ്റ്റെയർസിലിരിക്കുന്ന ചെടികൾ പറയാം. ഇതൊരു സിൽവർ പോത്തോസാണിത്. ഇത് കണ്ട സിൽവർ പോത്തോസ്. ഈ പോത്തോസും വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ചെടികളാണ്. പോത്തോസ് ഇത് ന്യൂസിലൻഡിൽ ഈ പോത്തോസ് എല്ലാം ഇൻഡോർ ചെടികളാണ് കേട്ടോ. ഔട്ട്ഡോർ വെച്ചെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ടും ഫിലോഡെൻഡ്രോൺ ചെടികളാണ്. ഇത് ഫിലോഡെൻഡ്രോണും ഇതുപോലെ ന്യൂസിലൻഡിൽ നമുക്ക് ഇൻഡോർ വയ്ക്കുന്ന ചെടിയാണിത്. ഇത് ഫിലോഡെൻഡ്രോൺ മൈക്കാനും ഇത് ഫിലോഡെൻഡ്രോൺ ഹാർട്ട് ലീഫും. ഇതിൻ്റെയൊക്കെ ഇലകളുടെ എന്ന് പറഞ്ഞാൽ ഫിലോഡെൻഡ്രോണും പോത്തോസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമുക്കറിയാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട് ഫിലോഡെൻഡ്രോണിൻ്റേത്. പിന്നെ അതുപോലെ തന്നെ ഇലകൾക്കാണെങ്കിൽ ഇതുപോലെ ഇച്ചിരി ഒരു കൂർത്ത ഇലകളാണ്, ഹാർട്ട് ലീഫിൻ്റെ ഇല പോലെ, ഹാർട്ട് പോലെ. അതിനാണ് ഹാർട്ട് ലീഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ശരിക്കും ഹാർട്ട് പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതേസമയം പോത്തോസിൻ്റെ ഇലകൾക്ക് സിമിലറാണ്, പക്ഷേ എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട് താനും. ഇതും ഒരു സിങ്കോണിയം തന്നെയാണ്, അല്ലെങ്കിൽ റാബിറ്റ് ഇയർ എന്നോ അങ്ങനെയൊക്കെ പറയുന്ന ഇത് സിങ്കോണിയം. ഇത് നല്ല റാബിറ്റ് എലഫൻറ്റ് ഇയേഴ്സ് അല്ലേ, എലഫൻറ്റ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് ഇത് സിങ്കോണിയം. ഇതിൻ്റെ നോർമൽ കളർ ഇതാണ് കൂടുതലായിട്ടും ഉള്ള സിങ്കോണിയം, എല്ലാവർക്കും ഉള്ള സിങ്കോണിയം ഇതാണ്. ഇനി ഇതിരിക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റ്. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ 3 ലീഫ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. എല്ലാ പ്രാവശ്യവും ഈ ചെടികൾ എടുക്കും. ഇതാണ് പുതിയ ചെടികൾ വന്നിരിക്കുന്നത്. ഈ 3 ലീഫുമാണ് നമ്മൾ ഒറിജിനലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികൾ. അപ്പോൾ ഈ 3 ലീഫും എടുത്ത് വേറെ ഒരു സ്ഥലത്തേക്ക് വെച്ചെങ്കിൽ ഇനി ഇത് വേറെ ചെടികളായി വന്നോളും കേട്ടോ. വേറെ ചെടികൾ അടുത്ത് വരും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നതാണ്. 2 ചെടികളും ഇതെനിക്ക് പണി കിട്ടിയിട്ടിരിക്കുന്ന ചെടികളായിരുന്നു. ഇത് ഞാൻ വേറെ റീപോർട്ട് ചെയ്തപ്പോഴത്തേക്കും വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി എന്ന് തോന്നുന്നു കേട്ടോ. അത് വിൻ്ററല്ലേ,
അപ്പോൾ വിൻ്ററിൽ ഇതുപോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പോയതുകൊണ്ടാണ് തോന്നുന്നു, ഇതുകൊണ്ട് ഇലയെല്ലാം ഇങ്ങനെ ആയിപ്പോകുന്നു. പക്ഷേ ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇത് ഇൻ കേസ് ഇത് കരിഞ്ഞു പോയാലും നമുക്ക് വേറെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് രണ്ടും അത്ര ഹെൽത്തി അല്ല ഇത് നിൽക്കുന്നത്. പക്ഷെ നന്നായി വരും, സ്പ്രിംഗ് ആകുമ്പോൾ ശരിയാകും എന്നോർത്തുകൊണ്ടാണ് ഇതിനോട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേറെ വെച്ചിട്ടുമുണ്ട്. ഇതൊന്നും ഒരു ഹെൽത്തി ആയിട്ടില്ല, എന്തോ പറ്റി ഇതിന്. ഇത് വെള്ളം കൂടി പോയതെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ നമ്മൾ വേറെ ചിലപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ വേറെ ചട്ടിയിലേക്ക് നട്ടാൽ പോലും അത് ചിലപ്പോൾ അത് അത്ര ശരിയായി വരത്തില്ല. അതുകൊണ്ട് ഞാനിത് മാറ്റാതെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഇതെല്ലാം സക്കലൻ്റ് കാക്ടസ് വെറൈറ്റികളാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഈ വിൻഡോസിലിരിക്കുന്ന ചെടികളെല്ലാം. ഇതുകൊണ്ട് ഇതെല്ലാം സക്കലൻ്റ് കാക്ടസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയിടാം. അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞു പോകുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. ഇനി നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഒരു ആപ്പുണ്ട്, അത് എടുത്തെങ്കിലും നമുക്കെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പേരുകളെല്ലാം ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം പടം സഹിതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ചെടികളാണെന്നേ. ഇതുമെല്ലാം വളരെ എളുപ്പത്തിൽ കെയർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സക്കലൻറ്റും കാക്ടസും ആയതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഗോൾഡൻ പോത്തോസാണ്. ഇതിങ്ങനെ ഹാങ്ങിങ്, പോത്തോസ് അറിയാമല്ലോ, ഒന്നെങ്കിൽ ട്രെയിൽ കയറി പോകണം അല്ലെങ്കിൽ ഹാങ് ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഞാനിത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഒത്തിരി നീണ്ടു താഴോട്ട് ഇങ്ങോട്ട് ഇതുണ്ട്. ഇതാണ് നമ്മുടെ ഗോൾഡൻ പോത്തോസ്. സ്റ്റാൻഡേ വയ്ക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ താഴോട്ട് വയ്ക്കാം. താഴോട്ട് ഇങ്ങനെ എടുത്ത് വിടാം. ഇനി ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ തന്നെ വേറെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതൊരു കാക്ടസ് ആണേ. ഇതുകൂടി ഇരിപ്പുണ്ട്. കാക്ടസിനൊക്കെ വല്ലപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിനൊക്കെ ഇതുകൂടി ഇരിപ്പുണ്ട്. ഇത് നന്നായിട്ട് വരുന്നുണ്ട്. ചുവന്ന ഈ ഇല ഒത്തിരി നീണ്ടപ്പോഴത്തേക്കും ഇതിന് അധികം വെളിച്ചം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇനി ഇത് മാറ്റി വെക്കണം ഇവിടെ നിന്ന്. കാക്ടസിനും സക്കലൻസിനും എപ്പോഴും നല്ല വെളിച്ചം കിട്ടണം, സൂര്യപ്രകാശം കിട്ടുന്നതാണ് അതിന് നല്ലത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിനേക്കാളും സൂര്യപ്രകാശം കിട്ടണം. എന്നത് ഒരു ഫേണാണ്. ഇത് ചുമ്മാ നമ്മൾ മാട്ടയിലൊക്കെ വരത്തില്ലേ, മാട്ടയിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ഒരു ഫേണാണ്. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ വെച്ച്. ഈ കാണുന്ന ഒരു മോൺസ്റ്റെറ മിനിമയാണ്. ഇത് മോൺസ്റ്റെറ മിനിമ ഇവിടെ നിൽക്കുന്നത്. ഇതും വലുതായി, ഇതും ഹാങ്ങിങ് ആയി. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വിടാം, അല്ലെങ്കിൽ ഇതിനെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കാം. ഇനി ഇതിനെ പൊക്കി വിടാൻ തോന്നുന്നു. ഇതൊരു മോൺസ്റ്റെറ മിനിമയാണിത്. ഇനി ഇവിടെ ഇരിക്കുന്നത്, ഇനി ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ വൈറ്റ് ലില്ലീസ്. ഇത് നമ്മുടെ ലില്ലി. ഇത് നല്ല രസമല്ലേ, പീസ് ലില്ലി എന്ന് പറയും. ഇതും ഹൗസ് പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണ് ന്യൂസിലൻഡിൽ. ഇനി ഈ ഇരിക്കുന്ന മോൺസ്റ്റെറ, നമ്മുടെ വലിയ മോൺസ്റ്റെറ, ഇത് നന്നായിട്ട് വരുന്നുണ്ട് ഈ മോൺസ്റ്റെറ. ഇനി ഇതിൻ്റെ സൈഡിൽ വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഡ്രസീനിയ. നമ്മുടെ ഡ്രസീനിയാണ് ഇരിക്കുന്നത്. ഇതിന് ഫ്ലവറൊന്നും തന്നിട്ടില്ല. ഇത് പക്ഷേ ഇത് പൊങ്ങി പോവുകയാണ്. ഇതിനുമൊക്കെ വളരെ കുറച്ച് കെയർ വേണ്ട ചെടികളാണ് ഈ ഇരിക്കുന്നതെല്ലാം കേട്ടോ. ഈ ഇവിടെ സൈഡിൽ രണ്ട് ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു മൈൽ സ്റ്റോൺ കാക്ടസ് എന്നോ അല്ലെങ്കിൽ പെൻസിൽ കാക്ടസ് എന്നൊക്കെ പറയാം. ഇത് റെപ്സാലിസ് വെറൈറ്റി ചെടിയാണിത്. ഇതിനും ഫ്ലവർ തരും കേട്ടോ. ഇതിനും ഇതുപോലെ നല്ലൊരു ചെറിയ കുഞ്ഞു ചെടികൾ, കുഞ്ഞു പൂക്കൾ തരാറുണ്ട് കേട്ടോ ഇതിന്. പക്ഷേ ഇതിന് മണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ചെടിയാണിത്. ഇനി ഇത് പോണിറ്റെയിൽ പാമ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, പോണിറ്റെയിൽ പാമ. ഇതിനൊരു ചെറിയൊരു ഇങ്ങനെ ഒരു സാധനമുണ്ട് അടിയിൽ, ഇങ്ങനെ ഒരു ഇതാണ് പോണിറ്റെയിൽ പാമ. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞെങ്കിൽ ഞാനിത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. ഇതിന് സെയിലിൽ കിടന്നപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിലൊരു ഇതുണ്ടായിരുന്നു. ഇതുണ്ടോ, ഒരു ഫംഗൽ ഇതുണ്ട്. ആ ഫംഗൽ ഇതുവരെ അത് പോയിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അതും ഇതൊക്കെ ഒഴിച്ച് കൊടുക്കും. അതായത് നമ്മുടെ നീം ട്രീ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, നമ്മുടെ സോപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇത് അത്രയ്ക്ക് അങ്ങ് രക്ഷപ്പെടുന്നില്ല. എപ്പോഴും ഇത് പിന്നെയും ഇത് വരാറുണ്ട്. പക്ഷെ എന്നാലും ഞാനത് കളഞ്ഞിട്ടില്ല. ചിലർ പറയും ഇതിങ്ങനെ വന്നാൽ പിന്നെ അതിന് കളയാൻ ഭയങ്കര പാടാണ്, ചെടി കളയേ രക്ഷയുള്ളതെന്ന്. പക്ഷേ ഞാൻ ചെടി കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിപ്പം എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷമൊക്കെ ആയി കേട്ടോ ഇത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത് വരും, ഈ ഫംഗൽ വരും. ഞാനത് തൂത്ത് കളയും, പിന്നെ ഇതൊഴിച്ച് കൊടുക്കും, പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാനത് അധികം വേറെ ചെടികളുടെ അടുത്ത് വെക്കാറില്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ നോക്കും, വേറെ ചെടികളിലേക്ക് പകരാതിരിക്കാൻ. ഈ ഇരിക്കുന്നത് ഒരു സ്റ്റിക്ക് ബിഗോണിയാണ്. ഇതിൻ്റെ ലൈറ്റ് പിങ്ക് കളറുള്ള ഫ്ലവറുള്ള ബിഗോണിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഗോൾഡൻ പോത്തോസ്, ഇത് സിൽവർ പോത്തോസ്. ഇതിനെ ഞാനിങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ്, നമ്മൾ പോള് കൊടുത്ത് കെട്ടി വിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹാർട്ട്, സ്ട്രിങ് ഓഫ് ഹാർട്ട്. ഇതിന് കഴിഞ്ഞ ദിവസം വെള്ളം ഒഴിച്ചത്, അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനൊക്കെ വളരെ കുറച്ച് ഇതിനൊന്നും പോട്ടിൻ്റെ അടിയിൽ ഹോളില്ലാത്ത പോട്ടാണ്. അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമ്മൾ നേരത്തെ താഴെ കണ്ട ഒരു സക്കലൻ്റ് തന്നെയാണ്. ഇതുകൊണ്ട് നല്ല വലുതായിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. നല്ലൊരു ചെടിയാണ് അത്, നല്ല ഹാർഡി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് നമുക്ക് ഔട്ട്ഡോർ വയ്ക്കാൻ പറ്റുന്നതാണ്.
ഇനി നമ്മുടെ ജോയ് പോത്തോസ് എന്നോ അല്ലെങ്കിൽ ജെയ്ഡ് പോത്തോസ് എന്നൊക്കെ പറയുന്ന പോത്തോസാണിത് കേട്ടോ. ഇതൊരു പോത്തോസാണ്, എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് കണ്ടോ, ഇലയ്ക്ക് നല്ല പെയിൻറ്റ് ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ. ഇത് വൈറ്റും ഗ്രീനും കൂടെയുള്ള, ഇപ്പോൾ പെയിൻറ്റ് അടിച്ചേക്കുന്ന പോലെ തന്നെ, ചുമ്മാ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഇതല്ലേ. ഇപ്പോൾ ഇതുമൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാമോ, എൻ്റെ വേറെ ഒരു പോത്തോസിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വർക്കിൽ ഞാനൊരു പോത്തോസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇതുകൊണ്ട് ഈ പോത്തോസും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസും ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ അടുത്തിരുന്നതുകൊണ്ടായിരിക്കും രണ്ടിൻ്റെയും കളർ മാറി മാറി വന്നു. അപ്പോൾ അങ്ങനെ വരാറുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ജോയ് പോത്തോസ്. അടുത്തതായിട്ടിരിക്കും ഇതും ഒരു ജോയ് പോത്തോസ് തന്നെയാണ്. ഇതെല്ലാം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതും ഒരു ജോയ് പോത്തോസാണ്. ഇത് നമ്മുടെ മോൺസ്റ്റേറ മിനിമ. ഇത് ഒരു ചെറിയ പോട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇതും ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ജോയ് പോത്തോസ് തന്നെയാണ്. ഇനി വേറെ ഒരു സക്കലൻ്റാണിത്. ഇതൊരു കാക്ടസാണ്. ഇതൊരു കാക്ടസാണ്. വളരെ നല്ല രസമില്ല കാണാൻ. ഇതൊരു കാക്ടസ്. ഈ കാക്ടസ് ആണെങ്കിലും പുറത്തിരിക്കും. പക്ഷേ പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് കളർ വരുന്നു, ഒരു കളർ മാറിപ്പോകുന്നു. അപ്പോൾ ഈ കുറച്ച് നാൾ ഇൻഡോർ ഇരുന്നത് കൊണ്ടായിരിക്കണം. പക്ഷേ ഇത് ഔട്ട്ഡോർ വളരുന്ന ചെടിയാണ്. പക്ഷേ കുറച്ച് നാൾ ഇൻഡോർ ഇരുന്നത് കൊണ്ടായിരിക്കണം ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ കളർ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞാനിത് പിന്നെ ഇൻഡോറിലേക്ക് തന്നെ എടുത്ത് വെച്ചു. ഇത് നമ്മുടെ സ്ട്രിങ് ഓഫ് ടേർട്ടിൽ. ഇത് കണ്ടേ, ഇതാണ് നമ്മുടെ ടേർട്ടിൽസ്, സ്ട്രിങ് ഓഫ് ടേർട്ടിൽ. ഇത് ഇച്ചിരി ടെമ്പറമെൻ്റലായിട്ടുള്ള ചെടിയാണ്. പക്ഷേ കുഴപ്പമില്ലാതെ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ കേട്ടോ. എനിക്കിത് ഇവിടുത്തെ 2-3 ഇവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഇത്. ഇനി ഇത് ഒരു മോൺസ്റ്റേറ മിനിമ. ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇത് വെള്ളത്തിൽ വെച്ച് അതിന് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ വെച്ച് ഇതിന് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഹാങ്ങിങ് പോട്ടാണ് ഇത്. ഞാൻ ഇൻഡോറായിട്ട് ആകെ ഒരു ഹാങ്ങിങ് പോട്ടേ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്നത് നമുക്കറിയാം, ഇത് ഡോങ്കി സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സക്കലൻ്റാണ്. അതുപോലെ തന്നെ ഇത് ബേബീസ് നെക്ലേസ്. ഈ 2 ചെടിയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാത്തിനും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവുന്ന ചെടികളാണിത്. ബേബീസ് നെക്ലേസ് നല്ല രസമില്ലേ കാണാൻ. ഇതിനൊക്കെ ഫ്ലവർ തരും കേട്ടോ. ഇത് രണ്ടിനും ഒരു ഫ്ലവർ തരും. ഇത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനി ബെഡ്റൂമിലിരിക്കുന്നോ കിച്ചണിലിരിക്കുന്നോ ഒക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിലിടാം. എല്ലാം ഒത്തിരി നീണ്ടു പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ കണ്ടിന്യൂറ്റി കാണാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.